നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 25 വർഷം മുൻപ് പുറത്തു വന്ന പത്രം എന്ന സൂപ്പർ ഹിറ്റായ ആ സിനിമയെ മലയാളി പ്രേക്ഷകർ എങ്ങനെ മറക്കാനാണ്? രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത പത്രം എന്ന സിനിമയിൽ അധികാര കേന്ദ്രങ്ങളോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് കളം നിറഞ്ഞു നിന്ന മുരളിയുടെ കഥാപാത്രം ഇന്നും ഒരു തരിക്കനലായി പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. നടൻ മുരളിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജാഗ്രതയുടെ എഡിറ്ററായ ശേഖരൻ. ഒരുപക്ഷെ മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും ഫയർ ബ്രാൻഡ് പത്രപ്രവർത്തകൻ. ഇന്ത്യൻ പത്രലോകത്തെ വിഖ്യാത എഡിറ്ററായിരുന്ന എടത്തട്ട നാരായണനെയൊക്കെ പോലെ വാർത്തകളോട് തൽക്ഷണം പ്രതികരിക്കുന്നവൻ, തൊഴിൽപരമായ ദൗർലഭ്യങ്ങളോട് കഠിനമായ പുച്ഛം പുലർത്തിയവൻ. അതായിരുന്നു പത്രാധിപർ ശേഖരൻ. പത്രത്തിലെ നായകനായ നന്ദഗോപാലിനെ പോലെ ചിത്രത്തിൽ നിറഞ്ഞു നിന്ന വില്ലനായ വിശ്വനാഥനും, കേരള രശ്മി പത്രവും, ജാഗ്രതയിലെ മാധവേട്ടനും വാര്യരും, SP ഫിറോസ് മുഹമ്മദും, DIG ഡേവിഡ് സഭാപതിയും, ദേവിക ശേഖറുമൊക്കെ പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിച്ച കഥാപാത്രങ്ങളായിരുന്നു. NF വർഗീസ് എന്ന നടന്റെ അതുവരെയുള്ള അഭിനയത്തെ മാറ്റിമറിച്ച് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു വിശ്വനാഥൻ എന്ന ശക്തനായ പ്രതിനായകൻ. പടമിറങ്ങിയ സമയത്ത് മലയാളത്തിലെ ഒരു പ്രസിദ്ധമായ വാരിക പത്രം എന്ന സിനിമയെക്കുറിച്ച് വിശുദ്ധ പശുക്കളെ തൊടുമ്പോൾ എന്ന എഡിറ്റോറിയൽ വരെ എഴുതി. അന്ന് ആ വാരികയുടെ മുഖചിത്രം സിനിമയിലെ നായകനല്ലായിരുന്നു, NF വർഗീസ് എന്ന വില്ലനായിരുന്നു. ന്യൂഡൽഹി എന്ന സിനിമയ്ക്ക് ശേഷം പത്രപ്രവർത്തകരുടെ ജീവിതം കഥയാക്കിയ പത്രം എന്ന ജോഷി ചിത്രം ഈ വിഷയത്തിൽ വന്ന മലയാള സിനിമകളുടെ എല്ലാ ധാരണകളും തിരുത്തി എഴുതി. സമരതീഷ്ണങ്ങളായ ഇന്നലകളെയും ശുഭിത യൗവനത്തിന്റെ നഷ്ടസ്വപ്നങ്ങളെയും പേനയിൽ നിറച്ചെഴുതിയ വാക്കുകളും ചിന്തകളും ഉപയോഗിച്ചാണ് രഞ്ജി പണിക്കർ പത്രം രചിച്ചത്. 1999 ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത 25 ദിവസം കൊണ്ട് 5.25 കോടി നേടിയ ബ്ലോക്ക് ബസ്റ്റർ പടമാണ് പത്രം. ദിനപത്രങ്ങളുടെ പ്രതാപകാലത്ത്, ദൃശ്യമാധ്യമങ്ങൾ പ്രചുര പ്രചാരം നേടാത്ത കാലത്ത്, ഇന്റർനെറ്റും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും സജീവമായിട്ടില്ലാത്ത കാലത്ത് ഇറങ്ങിയ ഈ ചിത്രം അക്കാലത്തെ കണ്ടതും കേട്ടതുമായ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ നമ്മളോട് സമ്പാദിക്കുകയായിരുന്നു.